അങ്ങനെ ഞങ്ങൾ നായരങ്ങാടിയിൽ നിന്ന് നേരെ എത്തിയത് ചട്ടിക്കുളം ടിമ്പർ ഡിപ്പോയിലേക്കാണ്. ഇത് പണ്ടത്തെ തടി ഡിപ്പോ ആണെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഞാനിത് സെക്കൻഡ് ടൈമാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ചുറ്റുപാടും പഴയ മരങ്ങൾ, പഴക്കമുള്ള മരങ്ങളാണിത് മുഴുവനും. അതുപോലെ തന്നെ പോലീസ് പിടിച്ചിരുന്ന തടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് ഇടാറുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കേസുകളിലെ ഫയലുകളൊക്കെ കണ്ടു അവിടെ തടി കൊണ്ടുവന്നിട്ടേക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഒന്ന് കറങ്ങി നടന്ന് അത് കഴിഞ്ഞ് പിന്നെ ചാലക്കുടി സെൻറ്ററിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാം എന്നുള്ള രീതിക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാം എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കാനൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ഓർഡർ ചെയ്ത് എല്ലാവരും പല പല വെറൈറ്റി ഡിഷസ് ഓർഡർ ചെയ്തു. അങ്ങനെ ഓരോരുത്തർ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല. നോർത്ത് ഇന്ത്യൻ ഡിഷുകളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടാവും കേട്ടോ. എനിക്കങ്ങനെ എല്ലാ ഐറ്റംസും ഒന്നും ഇഷ്ടമായില്ല, ചിലത് മാത്രമേ ഇഷ്ടമായുള്ളൂ. പാനിപ്പൂരി ഓൾവേസ് ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ ബടാപ്പാവ് കഴിച്ചപ്പോൾ ഇഷ്ടമായി. ലസ്സി അത്ര ഇഷ്ടമായില്ല. തൈരൊക്കെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെടുക എന്നെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അവിടെ ബാക്കിയുള്ള ഡിഷസൊക്കെ ട്രൈ ചെയ്തു. പാവം നമ്മുടെ അമ്മുവിന് പല്ല് കമ്പിട്ട് കാരണം പാനിപ്പൂരി കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ആൾ കഷ്ടപ്പെട്ടൊക്കെയാണ് കഴിച്ചത്. ഞാൻ കഴിച്ച് കാണിച്ചു കൊടുത്തു, എടി ഇങ്ങനെയാണ് കഴിക്കേണ്ടത്, പക്ഷെ നടക്കണില്ല. അങ്ങനെ പിന്നെ ആ സങ്കടങ്ങളൊക്കെ മാറ്റി ഞങ്ങൾ പിന്നെ തിരിച്ചു പോവാണ്. നല്ല വയറൊക്കെ നിറഞ്ഞ് സമാധാനമായി. നമ്മുടെ താനൂസ് ആണെങ്കിൽ ഒന്നും കഴിച്ചില്ല. അവന് പിന്നെ ഇതൊന്നും വേണ്ടല്ലോ. അവൻ ഒരു ജിലേബി അകത്താക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ പോട്ടെ, ഓക്കെ ബായ്.